കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ചെറിയ രീതിയിൽ കണി ഒരുക്കണമെന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. നാട്ടിലാവുമ്പോഴാണ് ആ വിഷുവിൻ്റെ കംപ്ലീറ്റ് വൈബ് വരുന്നത്. ഇവിടെ ആകുമ്പോൾ ചെറിയ രീതിയിലൊരു കണി വെക്കും, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും, അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കണി വെക്കുന്നതിന് മുന്നേറ്റ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഒരു കോഫി കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം പൂജാ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. നാട്ടിലെ പോലെ വലിയ പൂജാമുറിയൊന്നും അല്ലാത്തതുകൊണ്ട് പണി എളുപ്പമാണ്. കുറച്ച് മാത്രം ഫോട്ടോസും ആ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്താൽ മതി. വിളക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നാളത്തെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇടാനുള്ള കമ്മലിൻ്റെ പകുതി പണി ബാക്കിയുണ്ട്, പോളിഷിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ കാതിലിട്ടിട്ട് വെറുതെ കണ്ണാടി നോക്കി പല പ്രാവശ്യം ആസ്വദിക്കുക എന്നുള്ളതാണ് വേറൊരു വിനോദം. അങ്ങനെ സെറ്റാണെന്ന് സ്വയം സമാധാനിച്ചിട്ട് ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. ഇനി ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. വിഷു പർച്ചേസ് ആയതുകൊണ്ട് ഒരു മലയാളി വൈബ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ റെഡി ആയിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴാണ് ഇതുപോലൊരു സംഭവം കണ്ടത്. ആദ്യം കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇത് കുറച്ച് അപ്പുറത്തുള്ളൊരു വെയർ ഹൗസിന് തീപിടുത്തമുണ്ടായതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടും ഉച്ചക്കൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടും പുറത്തുനിന്നാണ് ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സഫാരി മാളിലേക്ക് പോയി. ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴാണ് ചെറുതായിട്ടൊന്ന് വിഷുവിൻ്റെ ഫീല് കിട്ടിയത്. ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് കണിക്കൊന്ന വെക്കാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്നു. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കണം. എപ്പിലേറ്റർ വെച്ചിട്ട് കയ്യിലുള്ള ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. സാരി ഉടുക്കാനുള്ളതാണല്ലോ നാളെ. അങ്ങനെ രാത്രിയായി കണിയൊരുക്കാനുള്ള പരിപാടി തുടങ്ങി. ഓരോ സാധനങ്ങളും ഇങ്ങനെ പ്ലേറ്റ്സിൽ സെറ്റാക്കി വെച്ചിട്ട് അവിടെ കണിയൊരുക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അടുത്തൊരു വിശേഷം കൂടി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. എൻ്റെ നിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, വിഷുവിൻ്റെ അന്ന്. അതിൻ്റെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയി.